ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി കല്യാണത്തിന് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീഴുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നുണ്ട് ശ്രുതിയുടെ അമ്മയുടെ. എൻ്റെ മോൾ ദീർഘസുമംഗലിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ശ്രുതിയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രേവതിയാണെങ്കിലും ശ്രുതിയുടെ അമ്മയെയും മകനെയും ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മ ഈ മുറിയിൽ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അമ്മയെയും മകനെയും മുകളിലത്തെ റൂമിൽ കൂട്ടിക്കൊണ്ട് പോവുകയാണ് രേവതി. പിന്നീട് ഇതൊന്നും അറിയാതെ ശ്രുതിയാണെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വീട്ടിലെത്തുന്നുണ്ട്. അതിനുശേഷം തൻ്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുന്ന ശ്രുതിയോട്, ശ്രുതിക്ക് ഞാൻ കണ്ടെത്തിയ പെണ്ണാണ്, നല്ല കുട്ടിയല്ലേ എന്നെല്ലാം ചന്ദ്രമതി ചോദിക്കുമ്പോൾ, ശരീരം ശരിയായി നോക്കാറില്ലേ, കണ്ടാൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച പോലെ ഉണ്ടല്ലോ എന്നെല്ലാം ശ്രുതിയുടെ മുഖത്ത് നോക്കി അച്ചമ്മ തുറന്നടിക്കുമ്പോൾ ശ്രുതി ആകെ വല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിലും ഇത് കേട്ട് ശരിക്കും ദേഷ്യം വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തേ പറയുന്നത്, ശ്രുതിയുടെ മനസ്സ് എന്ന് മാത്രം നോന്നിട്ടുണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ, വന്നു കയറാൻ പോകുന്ന മരുമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ ചന്ദ്രേ, വീട്ടിലുള്ള മരുമകൾ വിഷമിക്കുന്നതിനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. അതിനുശേഷം ശ്രുതിയോട് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതില്ല. പിന്നീട് ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനൊക്കെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ രേവതി ഓടി വന്നിട്ട് അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് ചടങ്ങിന് ആവശ്യമുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ പൂക്കളൊക്കെ രേവതിയുടെ അമ്മ താലത്തിലേക്ക് വെക്കുമ്പോൾ ഇത് കാണുന്ന ചന്ദ്രമതി ആണെങ്കിൽ വിറ്റുപോകാത്ത പൂക്കളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയല്ലേ, ഫ്രൂട്ട്സ് ഒക്കെ വില കൊടുത്ത് വാങ്ങിയതാണോ, ചില കടയിൽ നിന്ന് കേട് വന്നതൊക്കെ വെറുതെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, അതാണോ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അവിടെ വെച്ച് അധിക്ഷേപിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിയുടെ അനിയൻ പറയുന്നുണ്ട്, ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിയത് തന്നെയാണ് ആൻറ്റി, എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്, ചില കടക്കാർ കേട് വന്നതൊക്കെ കൊടുക്കുമെന്ന് ആൻറ്റിക്ക് എങ്ങനെ അറിയാം, ആൻറ്റി അതാണോ ദിവസവും വാങ്ങിക്കാറ് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിയുടെ അനിയൻ. അതിനുശേഷം അച്ചമ്മ ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ, രേവതിയെ നന്നായിട്ട് ഒന്ന് ഒരുക്കി കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി രേവതിയെ നന്നായിട്ട് തന്നെ ഒരുക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ ആ സൗന്ദര്യം കണ്ട് ചന്ദ്രമതി പോലും അന്തം വിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയാണെങ്കിലും രേവതിയെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ശ്രുതിയുടെ അമ്മയും മകനും താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ ശ്രുതിയും അമ്മയും മുഖാമുഖം കാണുന്നുണ്ട്. പക്ഷെ അമ്മയാണെങ്കിൽ ശ്രുതി ശരിക്കും വെപ്രാളപ്പെടുന്നുണ്ട് കേട്ടോ. എല്ലാ കള്ളത്തരങ്ങളും ഇപ്പോൾ പൊളിഞ്ഞു വീഴുമെന്ന് ആലോചിച്ച് ശരിക്കും നിന്ന് വേർക്കാണ് ശ്രുതി. പക്ഷെ അമ്മ ശ്രുതിയെ മൈൻഡ് ചെയ്യാതെ തന്നെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ശ്രുതിയെ അവിടെ വെച്ച് കാണുന്ന സച്ചിയാണെന്നുണ്ടെങ്കിലും ശ്രുതിയുടെ കള്ളത്തരമൊക്കെ പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ശ്രുതി ഉടായിപ്പാണെന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി. പക്ഷെ ആരും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പുറത്ത് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ സച്ചിയോട്. അങ്ങനെ അവിടെ തൽക്കാലം രക്ഷപ്പെടുകയാണ് കേട്ടോ ശ്രുതി. അതിനുശേഷം ചടങ്ങുകൾ ഓരോന്നായിട്ട് തുടങ്ങുകയാണ്. അച്ഛമ്മയുടെ നിർബന്ധപ്രകാരം ചന്ദ്രമതി എല്ലാ കാര്യങ്ങളും അപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും കവിളിൽ മഞ്ഞൾ തേച്ച് കൊടുക്കുക, ഒന്നും മനസ്സോടെയൊക്കെയാണ് കേട്ടോ ചന്ദ്രമതി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനുശേഷം ചടങ്ങിന് ശേഷം രേവതിയും കൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് സച്ചി. പിന്നീട് അവർ തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ എപ്പിസോഡിൽ വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്